പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ, തൃശ്ശൂർ. ഇന്ന് നമ്മുടെ ചോറ്റുപാത്രത്തിൽ ഉൾപ്പെടുത്തുന്ന ഒരു ഇനമാണ് മത്തയുടെ ഇല. കണ്ടില്ലേ, അധികമൊന്നും കിട്ടിയില്ല. ഇതങ്ങോട്ട് നമ്മൾ വാടി കഴിഞ്ഞൊന്നും ഉണ്ടാവില്ല. എന്നാലും നമ്മുടെ ആ പടർന്ന മത്തി ഉണ്ടല്ലോ, അതിൻ്റെ തളിരില നോക്കിയിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് നുള്ളിയെടുത്തത്. മൊത്തം നുള്ളാൻ പറ്റില്ല. ഇപ്പം അതിന് നിറയെ പൂവിട്ടിട്ടുണ്ട്. അപ്പം ഇനി മത്തങ്ങ ഉണ്ടാവട്ടെ. അപ്പോൾ ഇന്ന് മത്തങ്ങ കറിയായിരിക്കും, മത്തങ്ങ തോരൻ, മത്തങ്ങ ശരി, മത്തങ്ങ സാമ്പാർ. ഇങ്ങനെ നിങ്ങളെ കണ്ട് മടുപ്പിക്കും ഞാൻ. അപ്പം നമുക്കിത് തോരൻ വെച്ചിട്ട് ഊണ് കഴിക്കാം. അപ്പം നമ്മൾ മത്തങ്ങ തോരൻ തയ്യാറാക്കാൻ പോവാണ്. വെളിച്ചെണ്ണ ഓയിൽ എന്തായിട്ട് ചേർക്കുക. അത് നന്നായി മൂത്ത് വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഉണക്കമുളകാണ് ഉള്ളത്. ഇനി ഒന്നും നോക്കണ്ട, നമ്മൾ വേഗം ഈ മത്തങ്ങയുടെ എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഒരു പൊടി ഉപ്പ് ഇട്ട് കൊടുക്കുക, നോക്കിയിട്ട് പിന്നെ ഇടാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. മതി. പിന്നെ നമുക്കിത് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് ഇത് നമുക്ക് വേവിച്ചെടുക്കാം. വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ വെള്ളം നമ്മൾ ഒഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ തീരെ വെള്ളമില്ലാന്ന് തോന്നിയാൽ വെറുതെ ഒരു കൈ വെള്ളം എടുത്താണ് തെളിച്ച് കൊടുക്കാൻ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ചോറുണ്ണാം. ചോറും മാമ്പഴ പുളിശ്ശേരി. മാമ്പഴ പുളിശ്ശേരി, ചോറ്, പിന്നെ നമ്മുടെ മത്തങ്ങയുടെ ഇല തോരൻ വെച്ചത്. കണ്ടില്ലേ എന്താ ഇല കാണാൻ. ഇതൊക്കെ കൂട്ടി നമുക്കൊന്ന് ചോറുണ്ണാം. ഇതൊക്കെ മതി, നമുക്കിതൊക്കെ മതി. നമുക്ക് എന്നിട്ട് കുറേ പദാർത്ഥങ്ങൾ. നമ്മളുടെ വിശപ്പ് ഇല്ലായ്മ ചെയ്യണം. അതിന് നമുക്ക് ഇതൊക്കെ തന്നെ ധാരാളം അല്ലേ മക്കളെ? മത്തങ്ങത്തോരൻ, മത്തങ്ങയുടെ ഇല തോരൻ. മാങ്ങ, കഞ്ഞിവെള്ളം, ചൂടുള്ള കഞ്ഞിവെള്ളം. അപ്പോൾ എൻ്റെ വീഡിയോകൾ കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ സ്നേഹമുള്ളവരായിരിക്കണം. മറ്റുള്ളവരോട് ദയുള്ളവർ, അനുകമ്പയുള്ളവർ, എന്താണോ
അങ്ങനെയുള്ളവരെ എൻ്റെ വീഡിയോ കണ്ടാൽ അവർക്ക് എന്തെങ്കിലും മനസ്സിലാവുമോ? ചിന്തിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. ഞാൻ പറയുന്ന വാക്കുകൾ എന്താണ് ഏതാണെന്ന് ചിന്തിക്കാനും മനസ്സിലാക്കാനും നിങ്ങൾക്ക് കഴിയണം. അല്ലാണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഒന്നും മനസ്സിലാവാണ്ട് എന്തോ വന്ന് കമൻറ്റ് ബോക്സിൽ കുറവെന്ന് കുറിച്ചിട്ടുണ്ട് ഒരു പ്രയോജനവും ഇല്ല. അവരൊക്കെ ബോധമില്ലാത്തവരും വിവേകമില്ലാത്തവരുമാണ്. മനസ്സിലായിണ്ടോ? അപ്പോൾ എൻ്റെ വാക്കുകൾ, എൻ്റെ ജീവിത രീതി മനസ്സിലാക്കി നിങ്ങൾ മനസ്സിലാക്കണം, പഠിക്കണം, ജീവിക്കാൻ തയ്യാറാവണം. കാരണം പലരും പറയും അതൊരു സ്വാമി, അയാളിന്ന് കോടീശ്വരനാ, ചെറ്റക്കുടലിരുന്നവനാ, അയാളിന്ന് കോടീശ്വരനായി, ജനങ്ങളെ പറ്റിച്ചിട്ട് അങ്ങനെ എങ്ങനെയൊക്കെ പറയും ചിലവർ അല്ലേ. എന്നാൽ ഇവിടെ ഒരു സാധു ഉണ്ട്. ഇന്നലെ മിഞ്ഞാന്നുമല്ല, 30-35 വർഷകാലമായിട്ട് ഈ ഭക്തിപരമായ കാര്യങ്ങൾ, അതായത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാൻ എനിക്കറിയും. അവരെ വിഷമങ്ങൾ എന്താ, അവരെ കാര്യങ്ങൾ എന്താണെന്ന് പറയാൻ എനിക്ക് കഴിവുണ്ട്. അതിനുള്ള പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കാനും കഴിവുണ്ട്. അതിൻ്റെ പ്രതിവിധി ചെയ്തു കൊടുക്കാനും അറിയാം. എന്നിട്ടും ഇന്നും ഞാൻ ഈ ഒരു മാമ്പഴപ്പുളിശ്ശേരി വീട്ടിൽ ചോറുണ്ണുകയാണ്. പണി തീരാത്ത ഒരു വീട്ടിൽ കിടക്കുന്നു. ഒന്നിട്ടെറിഞ്ഞ് പോകാൻ മനസ്സില്ല. കാരണം പലപ്പോഴും നമുക്ക് മൈൻഡ് മാറും. കാരണം നമ്മുടെ ചിന്തനകൾ വേറെയാണ്. അപ്പോൾ ഈ അമ്മമാരുടെ തല്ലൂട്ടം കാര്യങ്ങൾ, അവർ നമ്മളെത്ര പറഞ്ഞു കൊടുത്താലും അവർ നമ്മളെ കുട്ടിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് ആർക്കും വിഷമം വരും മനസ്സിലേക്ക്. വിഷമം വരുമ്പോൾ എന്താവും? നമ്മുടെ മൈൻഡ് മാറും. അപ്പോൾ പലപ്പോഴും അതൊക്കെ ഉപേക്ഷിച്ചിട്ട് പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. എന്ത് ചെയ്യാനാ, നമ്മുടെ മനസ്സങ്ങനെയായിപ്പോയി. വേറെ വല്ലവരാണെങ്കിൽ എൻ്റെ അമ്മയെ കൊണ്ട് ഈ മുതൽ എൻ്റെ പേർക്ക് എഴുതിച്ച് വെക്കുക അല്ലേ. വേറെ മക്കളാണെങ്കിൽ എന്താ ചെയ്യാൻ? ഈ സ്ഥലം എൻ്റെ പേർക്ക് എഴുതി വെച്ചിട്ട് എൻ്റെ ഇഷ്ടത്തിന് പോയിങ്ങ എന്ത് ചെയ്യും? അപ്പം ഇന്ന് സത്യം നീതിയിലായി ഒന്നൊന്ന് ഒരു വിലയില്ലുണ്ടായി മക്കളെ. ഇന്ന് പറ്റിക്കുന്നവർക്കാണ് അനുകൂലം, പറ്റിച്ച് ജീവിക്കുന്നവർക്ക് ഇന്ന് അനുകൂലം. അവരുടെ ഇടയിൽ ആൾക്കാർ ചെന്ന് പെടുള്ളൂ. അല്ലാണ്ട് സാധുക്കളായ നമ്മളെയൊന്നും ആരും തിരിച്ചറിയില്ല. നമ്മളൊക്കെ എല്ലാവരും ആക്ഷേപിക്കും. നമ്മളൊന്നും തിരിച്ചറിയാനുള്ള ബോധം അവർക്കുണ്ടാവില്ല. പണമില്ലാത്തവൻ പിണത്തിനുമില്ല എന്നാ പറയാം. ചിലർ പറയും ഇത് കെട്ടുപിഞ്ഞ് കൊണ്ടുപോവാം, എന്തിന് ഇത്ര പണം എന്ന് ചോദിക്കും. പണമുണ്ടോ? ജനമുണ്ട്. നമുക്ക് എന്തിനും ഏതിനും നമ്മുടെ കാല് കഴുകി തരാൻ ആളുണ്ടാവും അല്ലേ. എന്നാൽ നമുക്കൊന്നുമില്ലാത്തവനാണെങ്കിൽ സ്വന്തം ബന്ധമിത്രാദികൾ വരെ നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോകും ചില സന്ദർഭങ്ങളിൽ. പണം വേണം, നല്ല വഴിക്ക് നേടുക, നല്ല വഴിക്ക് പണം നേടുക. പണം സമ്പാദിക്കാനുള്ള മനസ്സ് ഊർജ്ജം നമുക്ക് വേണം. ജോലി എടുത്തിട്ടായാലും നമുക്ക് 10 രൂപ ഉണ്ടാക്കണം എന്നുള്ള വിചാരം വേണം. അല്ലാണ്ട് ഉള്ളവരെ കണ്ട് കൊതിച്ചിട്ട് കാര്യമില്ല, അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മൾക്ക് ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം. കാരണം നമുക്ക് പാരമ്പര്യമായിട്ടില്ല. മറ്റുള്ളവർക്കെന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം അറിഞ്ഞിട്ടില്ല. അവർക്ക് പാരമ്പര്യമായ സ്വത്തുകളുണ്ട്. അതിൽ കൂടെ ഇവരും അത് വാങ്ങിച്ചുണ്ടാക്കണം അല്ലേ. അല്ലാണ്ട് സാധാരണ ആൾക്കാർ ഒരു ചെറ്റക്കൂട്ടലിൽ കുഞ്ഞൊരു കൂട്ടലിൽ ഇരുന്നിട്ട് അവർ പഠിച്ച് ജോലിയെടുത്ത് അവരൊരു വീട് വയ്ക്കണമെങ്കിൽ അതിൽ അസുഖപ്പെട്ടൊരു കാര്യമില്ല. അവരത് വാങ്ങിച്ചതാണ്, അത് വാങ്ങിച്ചിട്ടാണ് അത് ഉണ്ടാക്കിയത്. അല്ലാണ്ട്
പാരമ്പര്യമായുള്ള സ്വത്ത് എടുത്തിട്ട് എല്ലാവരും ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അധ്വാനിച്ച് നമ്മുടെ കഴിവനുസരിച്ച് നല്ല രീതിയിൽ നമ്മൾ പണം ഉണ്ടാക്കുക, സന്തോഷമായി ജീവിക്കുക. അപ്പോൾ എല്ലാവരും നമുക്കുണ്ടാവും, ഇല്ലെങ്കിൽ ആരും നമുക്കുണ്ടാവില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ മാത്രം ആ ബെല്ല് ബട്ടനും ചുവന്ന ബട്ടനും ഒന്ന് അമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോയിൽ കാണുക. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങളുടെ അരിയിലേക്ക് എത്തും. പുതിയൊരു വീഡിയോയിൽ വരുന്നവരെല്ലാവരും സുഖസന്തോഷമായിരിക്കും.